ഇന്ന് രാവിലെ ഈ അയോധ്യയിൽ വിശ്വാസികളുടെ ഭക്തജനങ്ങളുടെ ഒരു ചെറിയ കുറവുണ്ട്. അതിന്റെ കാരണം ഇന്നുകൂടി മാത്രമാണ് പ്രവേശനം ഉണ്ടാവുക. നാളെ മുതൽ പ്രവേശനം ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനി 23-ന് വന്ന് ഈ പുതിയ ക്ഷേത്ര പ്രതിഷ്ഠ കാണാം എന്നുള്ള വിശ്വാസത്തിലായിരിക്കും പലരും. പക്ഷെ അപ്പോഴും കുറച്ച് കഴിഞ്ഞ് ഈ ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇത് അവസാന ദിവസമാണ്. 3 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് ഉണ്ടാവുക. പഴയ ക്ഷേത്രത്തിലെ നേരത്തെയുള്ള വിഗ്രഹം കാണാനുള്ള അവസാന ദിവസം കൂടിയാണ് ഇന്ന്. അതിനുശേഷം പുതിയ വിഗ്രഹമായിരിക്കും 23 മുതൽ വിശ്വാസികൾക്കായി ദർശനത്തിന് സൗകര്യമൊരുക്കി ഉണ്ടാവുക. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഒരു ചടങ്ങിന്, വർഷങ്ങളായി കാത്തിരുന്ന ഒരു ചടങ്ങിന് അതിൻ്റെ അവസാന ഘട്ട തയ്യാറെടുപ്പുകളാണ് അയോധ്യയും പരിസരവും. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു, ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. 7000-ൽ പരം ആളുകൾ, പ്രത്യേക ക്ഷണിതാക്കളായ 7000-ൽ പരം ആളുകൾ, മലയാളികളടക്കമുള്ള ആളുകളുണ്ട്, അയോധ്യയിലെത്തും. അത് തമിഴിലെയും തെലുങ്കിലെയും കന്നഡയിലെയും ഹിന്ദിയിലെയും മറ്റും സൂപ്പർ താരങ്ങളടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുമെന്നും ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ള വിവരം പുറത്തു വന്നു കഴിഞ്ഞു. ഇവർക്കെല്ലാമുള്ള താമസ സൗകര്യങ്ങൾ സർക്കാരും ക്ഷേത്ര ട്രസ്റ്റും നേരിട്ടാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. കാരണം വിശിഷ്ട അതിഥികളാണ്. ചാർട്ടർ ചെയ്ത വിമാനങ്ങളിലായിരിക്കും പല ആളുകളും ഇങ്ങോട്ടേക്ക് എത്തി ഈ ചടങ്ങിൽ പങ്കെടുക്കുക. അങ്ങനെ വലിയ തോതിലുള്ള ഒരു ചടങ്ങ്. അന്ന് പൊതുജനങ്ങൾക്ക് മാത്രമാണ് പ്രവേശനമില്ലാത്തത്. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് പ്രത്യേക ഉപഹാരങ്ങൾ നൽകുമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചിട്ടുണ്ട്. പ്രമുഖർ നിരവധി പേരുണ്ടാകും. ഒപ്പം ഇവിടെ ഈ സരയൂ നദിക്കരയിലടക്കം വലിയ പർണശാലകൾ കെട്ടിയിട്ടുണ്ട്, വലിയ ടെന്റ് സിറ്റികൾ ഒരുങ്ങിയിട്ടുണ്ട്. അവിടെ താമസമുണ്ടാകും, പൂജകളുണ്ടാകും. ഒപ്പം മറ്റൊരു സ്ഥലത്ത് ഈ അയോധ്യ ക്ഷേത്രത്തിലേക്ക് നിയമിക്കാൻ പോകുന്ന പുതിയ പൂജാരിമാരുടെ പഠനം അത് നടക്കുന്നത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഓരോ മേഖലയിലും വലിയ തോതിലുള്ള മാറ്റങ്ങളോടെ, വലിയ തയ്യാറെടുപ്പുകളോടെയാണ് ഈ അയോധ്യയിലെ പ്രാൺപ്രതിഷ്ഠ ചടങ്ങിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഇനിയും ഓരോ മണിക്കൂറുകളിലും അയോധ്യയിലെ ഓരോ സ്പന്ദനവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് 18 സംഘം അയോധ്യയിലുണ്ടാകും. തൽക്കാലം മറ്റു വാർത്തകളിലേക്ക് ബാക്ക് ടു സ്റ്റുഡിയോ.